ചാക്യാർ കലയുടെ പഴക്കം കൃത്യമായിട്ട് എഴുതപ്പെട്ടിട്ടില്ലെങ്കിലും കൂടിയിട്ട് സംഘകാല കൃതിയായ ചിലപ്പതികാരത്തിൽ പറവൂർ ചാക്യാർ അവതരിപ്പിച്ച ശിവപാർവതി നൃത്തത്തിൻ്റെ വർണ്ണന കാണിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ചിലപ്പതികാരം രചിക്കപ്പെട്ട ആ ഒരു കാലഘട്ടത്തിന് വളരെ മുമ്പ് തന്നെ ഈ രൂപം കൊണ്ടതായിട്ട് മനസ്സിലാക്കാം. ആദ്യകാലങ്ങളിൽ ഭാവകാളിദാസന്മാരുടെ നാടകങ്ങളായിരുന്നു ചാക്യാന്മാർ അവതരിപ്പിച്ചിരുന്നത്. ആശ്ചര്യ ചൂടാമണി രചിച്ച ശക്തിഭദ്രനാണ് കേരളത്തിൽ ആദ്യമായിട്ട് സംസ്കൃത നാടകങ്ങൾ എഴുതിയത്. പിന്നീട് ചേര ചക്രവർത്തിയായ കുലശേഖരവർമ്മ ഭാരതകഥയെ അടിസ്ഥാനമാക്കിയിട്ട് സുഭദ്ര ധനഞ്ജയം, തവതി സംവരണം എന്നിങ്ങനെയുള്ള 2 സംസ്കൃത നാടകങ്ങൾ എഴുതി. പിന്നീട് കുലശേഖരവർമ്മയുടെ നിർദ്ദേശപ്രകാരം തന്നെ അദ്ദേഹത്തിൻ്റെ രാജസദസ്സിലെ വിദൂഷകനായ തോലൻ ഈ നാടകങ്ങളിലെ അഭിനയ പ്രകാരത്തെയും രംഗാനുഷ്ഠാനങ്ങളെയൊക്കെ കുറിച്ച് വിശദമാക്കുന്നു. ആട്ടപ്രകാരം, ക്രമദീപിക എന്നിങ്ങനെയുള്ള 2 ഗ്രന്ഥങ്ങൾ എഴുതി. ഈ 2 ഗ്രന്ഥങ്ങളും വളരെ പവിത്രമായിട്ടാണ് ചാക്യാന്മാർ കാത്തുസൂക്ഷിച്ചു വരുന്നത്. സാത്വികം, ആംഗികം, വാചികം, ആഹാര്യം എന്നിങ്ങനെയുള്ള ചതുർവിധ അഭിനയങ്ങളും ചാക്യാർ കലയിൽ കൂടിച്ചേർന്നിരിക്കുന്നു. വിശ്വമാനവികതയുടെ അനശ്വര പ്രതീകമായിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചതോടുകൂടിയിട്ട് ഈ കേരള കലാരൂപം ആഗോളതലത്തിൽ പ്രശസ്തമായി തീർന്നു.